ഹലോ, അപ്പോൾ എല്ലാവർക്കും നമ്മൾ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇവക്കുട്ടിയുടെ ബർത്ത്ഡേ ആയിട്ട് ഡെക്കറേഷനുള്ള പരിപാടികളൊക്കെ നോക്കിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. കുട്ടമാമ കിടന്നൊക്കെ ബലൂണ് വീർപ്പിക്കുന്നുണ്ട്. ആൾക്ക് വയ്യ, തണ്ടൽവേദനയായിട്ട് റെസ്റ്റിലാണ് കേട്ടോ. വീഡിയോ ഇല്ല, നമ്മൾ യൂട്യൂബ് ഇവക്കുട്ടിയുടെ ഡ്രസ്സൊക്കെ ഇഷ്ടമായെങ്കിൽ കമൻറ്റ് ചെയ്യണം കേട്ടോ. നമ്മൾ മുന്നൊരു വീഡിയോയിൽ ഡ്രസ്സ് പർച്ചേസ് ചെയ്യാൻ പോണത് ഇട്ടിട്ടുണ്ടായിരുന്നു. പിന്നെ ഡ്രസ്സൊക്കെ മാറി ആൾ റെഡി ആയിട്ട് ഇരിക്കുമ്പോൾ കുറച്ച് നേരം വഴക്കടിക്കുക ചെയ്തതിന് ശേഷം പിന്നെ കളിക്കാനൊക്കെ തുടങ്ങി. 1-2 പേരും കൂടെ വരാനുണ്ട്. അപ്പോൾ അവരെ വെയിറ്റ് ചെയ്തിട്ടിരിക്കുകയാണ് കേട്ടോ കേക്ക് കട്ട് ചെയ്യാനായിട്ട്. ഇതാണ് നമ്മൾ ഡെക്കറേഷൻ ചെയ്തത്. വലിയ കാര്യമായിട്ട് ഡെക്കറേഷൻ ചെയ്തിട്ടില്ല. 5th ബർത്ത്ഡേ ആണ് കേട്ടോ. അപ്പോൾ വലിയ ആഘോഷമൊന്നുമില്ല. ചെറുതായിട്ട് ബലൂണൊക്കെ വെച്ചിട്ട് ഒരു ഡെക്കറേഷൻ കൊടുത്തിട്ടുണ്ട്, അവളെ ഒന്ന് ഹാപ്പി ആക്കാൻ വേണ്ടിയിട്ട്. ഇത് ഇവക്കുട്ടിയുടെ വല്യച്ഛനാണ്. വല്യച്ഛൻ വന്നപ്പോൾ വല്യച്ഛൻ്റെ കൂടെ കളിച്ചുകൊണ്ടിരിക്കുകയാണ്. എല്ലാവർക്കും ഡ്യൂട്ടി ഇല്ല കാരണം ശനിയാഴ്ച രാത്രിയാണ് കേട്ടോ പരിപാടി വെച്ചിട്ടുണ്ടായിരുന്നത്. ഇതിപ്പോൾ ഒരു 9 മണിയായിട്ടുണ്ട്. അപ്പോൾ ഇവരെയാണ് കേട്ടോ നമ്മൾ വെയിറ്റ് ചെയ്തിരുന്നിരുന്നത്. ഫ്രണ്ട്സാണ്. അപ്പോൾ അവർ വന്നപ്പോൾ നമ്മൾ കേക്ക് കട്ട് ചെയ്യാൻ നോക്കുകയാണ്. Happy birthday to you. Happy birthday to you. കേക്ക് കട്ടിയിൽ പെട്ടെന്ന് കഴിഞ്ഞു കേട്ടോ. ഏട്ടൻ വീഡിയോ എടുക്കാനായിട്ട് ഫോൺ സെറ്റ് ചെയ്യായിരുന്നു. ഞാനാണെങ്കിൽ വീട്ടിലേക്ക് വിളിച്ചുകൊണ്ട് നിൽക്കുമായിരുന്നു. ഫോൺ അവിടെ സെറ്റാക്കി വെച്ച് ഞങ്ങൾ ഇങ്ങോട്ട് വന്നപ്പോഴേക്കും ഇവക്കുട്ടിയുടെ കേക്ക് കട്ടിങ് കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. പിന്നെ ഞങ്ങൾ കയറി നിന്ന് വീഡിയോ ഒക്കെ കിട്ടിയെന്ന് വിചാരിച്ചു. പക്ഷേ ഏട്ടൻ ക്യാമറ ഓൺ ചെയ്തിട്ടുണ്ടായിരുന്നില്ല. അതുകൊണ്ട് തന്നെ ഒരു വീഡിയോയും കിട്ടിയിട്ടില്ല കേട്ടോ. കുറച്ച് ഭാഗം ബ്രദറിൻ്റെ ഫോണിലെടുത്തത് മാത്രമേ ഇതിലുള്ളൂ. ഇവക്കുട്ടി ഗിഫ്റ്റ് അൺബോക്സിങ്ങിന് വേണ്ടി റെഡി ആയിട്ടിരിക്കുകയാണ് കേട്ടോ. ഫുൾ എക്സൈറ്റ്മെൻറ്റിലാണ് ആളിരിക്കുന്നത്. അവൾക്ക് ടോയ്സ് ഭയങ്കര ഇഷ്ടമാണ്. അതുകൊണ്ട് തന്നെ ടോയ്സ് കൊടുക്കുന്ന ഗിഫ്റ്റ് മാത്രമാണ് ആൾ നോക്കിയിട്ടുള്ളത് കേട്ടോ. ബർത്ത്ഡേയുടെ മുന്നേ ഇവക്കുട്ടി എൻ്റെ അടുത്ത് വന്നിട്ടുണ്ടായിരുന്നു, അമ്മ ഞാൻ കാണാതെ എനിക്ക് സർപ്രൈസ് ആയിട്ട് ഗിഫ്റ്റ് തരണം കേട്ടോ. അപ്പോൾ ആൾക്ക് അങ്ങനെ ഒരു പ്രതീക്ഷ ഉള്ള കാരണം ഞാനും ഏട്ടനും അതുപോലെ ബ്രദറും ഒക്കെ അവൾക്ക് ഗിഫ്റ്റ് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. ചെറിയ ഗിഫ്റ്റ്. ഇത് ഞാൻ വാങ്ങിച്ചതാണ് കേട്ടോ, ഒരു ബാഗ്. ഇത് ഒരു വട്ടം നെസ്റ്റോയിൽ പോയപ്പോൾ സെയിം ബാഗ് വേണമെന്ന് പറഞ്ഞിട്ട് വാശി പിടിച്ച് കരഞ്ഞിരുന്നു. അന്ന് നമ്മൾ വാങ്ങിച്ചെടുക്കുകയും ചെയ്തില്ല. അപ്പോൾ ബർത്ത്ഡേക്ക് അതാണ് കേട്ടോ ഗിഫ്റ്റായിട്ട് വാങ്ങിയിട്ടുണ്ടായിരുന്നത്. ആൾക്ക് നല്ല ഇഷ്ടമായി. ഒന്നുമില്ല, പൊളിച്ചോ. ഇത് ഇവക്കുട്ടിക്ക് സജിത്ത് മാമ വാങ്ങിച്ചു കൊടുത്ത ഉടുപ്പാണ് കേട്ടോ. എൻ്റെ ഫ്രണ്ടിൻ്റെ ഹസ്ബൻഡാണ്. ആള് വാങ്ങിച്ചു കൊടുത്തതാണ്. എത്ര പെട്ടെന്ന് ഗിഫ്റ്റ് അൺബോക്സിംഗ് ഒക്കെ കഴിഞ്ഞു. കൊറേ പറഞ്ഞു അത് മേടിച്ചെടുക്കാൻ. ഈ ഗിഫ്റ്റ് കുട്ടമ്മാമ വാങ്ങിച്ചു കൊടുത്തതാണ് കേട്ടോ. ആൾക്ക് ബാർബീനെ ഭയങ്കര ഇഷ്ടമാണ്. അതുകൊണ്ട് ഒരു ബാർബി ഡോളാണ് കുട്ടമ്മാമ ഗിഫ്റ്റായിട്ട് വാങ്ങി കൊടുത്തിട്ടുണ്ടായിരുന്നത്. ഈ ഡ്രസ്സ് വല്യച്ഛൻ വാങ്ങിച്ചു കൊടുത്തതാണ് കേട്ടോ. ഇവക്കുട്ടി ഡ്രസ്സൊന്നും നോക്കാൻ വന്നിട്ടേ ഇല്ല. ആൾക്ക് ടോയ് കണ്ടപ്പോൾ അതിൽ തന്നെ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. തീരെ ഡ്രസ്സൊന്നും നോക്കാൻ ആൾ വന്നിട്ടില്ല കേട്ടോ. ചിലപ്പോൾ 2 ദിവസം കഴിയുമ്പോഴാവും അവളുടെ ഡ്രസ്സൊക്കെ ചോദിച്ചിട്ട് വരിക. എന്തപ്പോ ഇത് തല വീഴായി പിടിച്ചത്? കാലിന്റെ ഷൂ കഴിക്കാൻ പറ്റും. സൈഡ് ടാപ്പ് നോക്കി ഇവിടെ ടെൻഷനായി. എന്തപ്പോ ചെയ്യണ്ടേ ഞാൻ നോക്കി വെച്ചിട്ടാ. എന്ത് പോ
ഇത് ഇവക്കുട്ടിയുടെ അച്ഛൻ വാങ്ങിച്ചു കൊടുത്ത ഗിഫ്റ്റാണ് കേട്ടോ. ഇവക്കുട്ടിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് ഈ ഗിഫ്റ്റാണ്. ഇതൊരു ചെറിയൊരു ബേബിയാണ്. അത് കരയുന്നുണ്ട്, നടക്കുന്നൊക്കെ ഉണ്ട് കേട്ടോ. നീ ഒരു ടോയ് ഇനി അടുത്ത കൊല്ലല്ലോ കേട്ടാ. ഒക്കെ ഇഷ്ടായി അല്ലേ? ഒക്കെ ഇഷ്ടായി. ടോയ് ഉണ്ടാകുക എന്തോരാക്കുന്നുണ്ട്. അല്ല അത് മിനിമം പക്ഷെ ഇന്നിപ്പോൾ കിട്ടുന്നില്ല. കുട്ടമാവ് വെച്ചെടുത്ത പോലെ. ഈ ചെരുപ്പ് കുട്ടമാമ കൊടുത്ത ഗിഫ്റ്റാണ്. അത് വാങ്ങിക്കാനായിട്ട് ഞങ്ങളും പോയിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് ഇവക്കുട്ടിക്ക് അറിയായിരുന്നു കേട്ടോ അതിൽ എന്താ ഉള്ളത് എന്നുള്ളത്. കുറച്ചുകൂടെ ലേറ്റായിട്ട് മേമ്മയുടെ മോനും വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ സാലുമാമ വരുമ്പോൾ കൊടുന്നു കൊടുത്തതാണ് ഈ 2 ഗിഫ്റ്റ്. പിന്നെ ഈ ഷൂ ഇവക്കുട്ടിക്ക് അച്ഛൻ വാങ്ങിച്ചു കൊടുത്തതാണ്. ഇതൊക്കെയാണ് ഇവക്കുട്ടിക്ക് ബർത്ത്ഡേക്ക് കിട്ടിയിട്ടുണ്ടായിരുന്ന ഗിഫ്റ്റുകളൊക്കെ. അപ്പോൾ നമ്മൾ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യുക. അപ്പോൾ അത്രയേ ഉള്ളൂ നമ്മളുടെ ബർത്ത്ഡേ വിശേഷങ്ങളൊക്കെ. താങ്ക് യു ഫോർ വാച്ചിങ്. ടാറ്റ ബൈ, സീ യു.